അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. എൻ്റെ ഉമ്മ ഒരു കേക്ക് ഉണ്ടാക്കുന്നതും പിന്നെ എൻ്റെ ഇത്താടെ മോൾക്ക് ഞാനൊരു കുഞ്ഞുടുപ്പ് തയ്ച്ചതും അങ്ങനെയുള്ള കുറച്ച് മൊമെൻറ്റ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത്. പിന്നെ നിസ്കരിക്കുന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. അസർ തൊട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു സുന്നത്ത് പറഞ്ഞു തരാം. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും നമ്മൾ ആയത്തുൽ കുർസി ഓതണം. സൂറത്തുൽ ബഖറയുടെ 255 ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. സുനാൻ അൻ നാസായിൽ ഹദീസ് 9928 അബൂ ഉമാമ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നു, ആരെങ്കിലും ഒരാൾ എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി പതിവാക്കിയാൽ മരണമല്ലാതെ ഒന്നും അവന് സ്വർഗത്തിനായി തടസ്സമില്ലെന്ന്. എല്ലാവരും നിസ്കരിച്ചതിന് ശേഷം ആയത്തുൽ കുർസി ഓതാൻ ശ്രമിക്കണം. ആയത്തുൽ കുർസി കാണാതെ അറിയാത്തവരൊക്കെ കാണും. അവർ ഖുർആനിൽ ഈ ആയത്ത് അടയാളപ്പെടുത്തിയിട്ട് എല്ലാ നിസ്കാരത്തിന് ശേഷവും ഓതണം. അപ്പോൾ ഒരാഴ്ചയ്ക്ക് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് ആയത്തുൽ കുർസി കാണാതെ ഓതാൻ പറ്റും. അസർ നിസ്കരിച്ചതിന് ശേഷം ഉമ്മ കേക്ക് ഉണ്ടാക്കിയായിരുന്നു. കേക്കൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ കേക്കും ചായയൊക്കെ കുടിച്ചായിരുന്നു. ചായയൊക്കെ കുടിച്ച ശേഷം ഞാൻ പിന്നെ ഇത്താടമോക്ക് ഒരു കുഞ്ഞു ഫ്രോക്ക് തയ്ക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് തയ്ക്കാനൊന്നും അറിയത്തില്ല. ഞാൻ ഫസ്റ്റായിട്ടാണ് തയ്ച്ച് നോക്കുന്നത്. ഈ ഷാളിലാണ് ഞാൻ ഫ്രോക്ക് തയ്ക്കാൻ പോണത്. ഇനി ഞാൻ നിസ്കാരത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നിസ്കാരത്തിൻ്റെ ഫറലും ഷർത്തുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്താലേ നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കത്തുള്ളൂ. ആദ്യം നമുക്ക് ഷർത്തായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഷർത്തുകൾ. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ഉണ്ട്. ഒന്നാമത്തേത് നിസ്കാരത്തിൻ്റെ സമയമായെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം കിബിലയ്ക്ക് മുന്നിട്ട് നിന്നിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ. മൂന്നാമത്തേത് നമ്മുടെ ഔറത്തെല്ലാം മറച്ചിട്ട് വേണം നിസ്കരിക്കാൻ. നാലാമത്തേത് നമ്മൾ ശുദ്ധിയോട് കൂടിയായിരിക്കണം നിസ്കരിക്കേണ്ടത്. ചെറുതും വലുതുമായിട്ടുള്ള അശുദ്ധിയിൽ നിന്ന് നമ്മൾ ശുദ്ധിയായിരിക്കണം. അഞ്ചാമത്തേത് ശരീരം, വസ്ത്രം, നിസ്കാര സ്ഥലം എന്നിവ നജസുകളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. നമുക്ക് നിസ്കാരത്തിൻ്റെ ഫറലുകളായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. 14 ഫറലുകളാണ് നിസ്കാരത്തിനുള്ളത്. ഒന്നാമത്തേത് നിയ്യത്താണ്. നമ്മൾ ഏത് നിസ്കാരമാണ് നിസ്കരിക്കുന്നത്, ഫറദ് നിസ്കാരമാണോ, സുന്നത്ത് നിസ്കാരമാണോ, അദാ ആയിട്ടാണോ, ഖളാ ആയിട്ടാണോ, എത്ര റക്അത്തുണ്ട്, ഇതൊക്കെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. രണ്ടാമത്തേത് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി വേണം നിസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് നിൽക്കാൻ കഴിവുള്ളവൻ നിന്ന് വേണം നിസ്കരിക്കാൻ. നിൽക്കാൻ കഴിവുണ്ടായിട്ടും ഇരുന്ന് നിസ്കരിക്കുന്നെങ്കിൽ ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കത്തില്ല. നാലാമത്തേത് എല്ലാ റക്അത്തുകളിലും നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുക. നല്ല വ്യക്തമായിട്ട് വേണം സൂറത്തുൽ ഫാത്തിഹ ഓതാൻ. അഞ്ചാമത്തേത് റുക്കൂ ചെയ്യലാണ്. നമ്മുടെ കൈപ്പാദങ്ങൾ കാൽമുട്ടിൽ വെച്ചിട്ട് കുനിഞ്ഞു നിൽക്കുന്നതാണ് റുക്കൂ. അപ്പോൾ നമ്മുടെ മുതുകും പിടലിയും ഒരേ ഒപ്പത്തിലായിരിക്കണം. ആറാമത്തേത് ഇഅ്തിദാലാണ്. റുക്കോയിൽ നിന്നും ഉയർന്നിട്ട് നേരെ നിൽക്കുന്നതിനാണ് ഇഅ്തിദാൽ എന്ന് പറയുന്നത്. ഏഴാമത്തെ നിസ്കാരത്തിൻ്റെ ഫർള് എന്ന് പറയുന്നത് ഓരോ റക്അത്തിലും നമ്മൾ 2 സുജൂദ് ചെയ്യണം. എട്ടാമത്തേത് 2 സുജൂദുകൾക്കിടയിലുമുള്ള ഇരുത്തമാണ്. ഇഅ്തിദാലും സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും നമ്മൾ ദീർഘിപ്പിക്കാൻ പാടില്ല. ഒമ്പതാമത്തെ ഫർള് എന്ന് പറയുന്നത് റുക്കൂഉം ഇഅ്തിദാലും സുജൂദും സുജൂദുകൾക്കിടയിൽ നമ്മൾ ഇരിക്കുന്നതും കുറച്ച് ശാന്തതയോട് കൂടി വേണം നമ്മൾ ചെയ്യാൻ. പത്താമത്തേത് നമ്മൾ അവസാനത്തെ അത്തഹിയാത്ത് ഓതലാണ്. 11ാമത്തേത് നമ്മൾ അത്തഹിയാത്ത് ഓതിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതാണ്. 12ാമത്തേത് നമ്മൾ അത്തഹിയാത്ത് ചൊല്ലുവാനും സ്വലാത്ത് ചൊല്ലുവാനും വേണ്ടി ഇരിക്കുന്നതാണ്. 13ാമത്തെ ഫർള് നമ്മുടെ നിസ്കാരം പൂർത്തിയായ ശേഷം നമ്മൾ ആദ്യത്തെ സലാം പറയുന്നതാണ്. 14ാമത്തെ ഫർള് നമ്മൾ ഇത്രയും പറഞ്ഞ 13 കാര്യങ്ങളും കറക്റ്റ് ഓർഡറിൽ ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഫർളും ഷർത്തുമായ കാര്യങ്ങൾ. നിസ്കാരത്തിൻ്റെ ഫർളും ഷർത്തുകളും കറക്റ്റായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കത്തില്ല. ഫ്രോക്കൊക്കെ തച്ചിട്ട് ഞാൻ പിന്നെ ഉണക്കാനിട്ടിരുന്ന തുണികളെല്ലാം പറക്കി എന്നിട്ട് ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഈ പൂച്ച എപ്പോഴും ഇവിടെ തന്നെ കിടക്കും. ഇപ്പോൾ ഈ പൂച്ച പ്രഗ്നൻ്റ് ആണ്. പിന്നെ ഞാൻ ടേബിളിൽ വെച്ചേക്കുന്ന ഈ ചെടി എടുത്ത് അകത്തോണ്ട് വെച്ചു. അപ്പോഴേക്കും മഗ്‌രിബിൻ്റെ ബാങ്ക് കേൾക്കാനൊക്കെ സമയമായിരുന്നു. പിന്നെ ഞാൻ ഓളൊക്കെ എടുത്ത് മഗ്‌രിബൊക്കെ നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി. സന്ധ്യ ആയതുകൊണ്ട് ഈ ക്യാൻഡിലൊക്കെ കത്തിക്കുമ്പോൾ നല്ല ഭംഗി വരും. അപ്പോൾ ഞാൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് നിസ്കരിച്ചതും ഖുർആനൊക്കെ ഓതിയതും.
ഇനി ഞാൻ എൻ്റെ ദുആ ബുക്കിലുള്ള ഒരു കുഞ്ഞു ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് സ്വർഗം ലഭിക്കുവാനുള്ള ഒരു ദുആയാണ് ഇത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഞാൻ അള്ളാഹുവിനെ എൻ്റെ രക്ഷിതാവായി, ഇസ്ലാമിനെ എൻ്റെ മതമായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ പ്രവാചകനായി സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ ദുആയുടെ അർത്ഥം. സുനാൻ അബൂ ദാവൂദിൽ ഹദീസ് 1529 അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്നു, ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും ഈ ദുആ പറഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമായി തീരുമെന്ന്. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഞാൻ ദുആയും ഖുർആനൊക്കെ ഓതി. ഞാനിപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഹത്തം കംപ്ലീറ്റ് ആവാറായി. അതുകൊണ്ട് ഞാനിപ്പോൾ മഗ്‌രിബിന് യാസീനാണ് ഓതുന്നത്. മഗ്‌രിബൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ ഇന്ന് പായസം ഉണ്ടാക്കിയായിരുന്നു. പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ടേബിളിൽ വെക്കുന്ന ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത്. അപ്പോഴത്തേക്കും ഡിന്നർ കഴിക്കാനുള്ള സമയമായിരുന്നു. ഇന്നുമ്മ ഡിന്നറിന് ബെറോട്ടയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇശാൻ്റെ ബാങ്ക് കേട്ടു. അങ്ങനെ പിന്നെ ഇശായൊക്കെ നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി. ഇശ കഴിഞ്ഞിട്ട് ഞാൻ സൂറത്തുൽ മുൽക്കാണ് എപ്പോഴും ഓതാറുള്ളത്. സൂറത്തുൽ മുൽക്ക് നമ്മൾ എന്നും ഓതിയാൽ നമുക്ക് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ നേടാൻ പറ്റും. ജാമിഅ തിർമിദി ഹദീസ് 2890 ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽപ്പെട്ട ഒരാൾ ഖബറാണെന്നറിയാതെ ഖബറിന് മുകളിൽ ഒരു ടെന്റ് പണിയുകയും അപ്പോൾ ആ ഖബറിനുള്ളിൽ നിന്ന് സൂറത്തുൽ മുൽക്ക് ഓതുന്നതായി കേൾക്കുകയും ഇതാ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ മുൽക്ക് ആ ഖബറിലുള്ള ആളുടെ രക്ഷകനാണ്. ഖബർ ശിക്ഷയിൽ നിന്നും സൂറത്തുൽ മുൽക്ക് നമ്മളെ സംരക്ഷിക്കുമെന്ന്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 ഹദീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഹദീസ് നമ്പരൊക്കെ വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും ഈ ഹദീസൊക്കെ കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.